നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ നിന്ന് കാണാതായ പ്രവാസിയെ കൊന്ന ഷാർജയിലെ മരുഭൂമിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ജോലി സംബന്ധമായ മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന നിഗമനമാണ് പോലീസിന്റേതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മരുഭൂമിയിൽ കുഴിച്ചിടുകയായിരുന്നു. മൃതദേഹത്തിന്റെ മുഖം വികൃതമായിരുന്നു. അനിലിനെ കഴുത്തു ഞെരിച്ചാണ് കൊന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ നെഞ്ചിലും പരിക്കേറ്റിരുന്നു. പ്രവാസിയെ കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് റാസൽ ഖോർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രവാസിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം കള്ളയം മുട്ടട സ്വദേശി അനിൽകുമാർ വിൻസെന്റിനെ കൊലപ്പെടുത്തിയ പ്രതിയായ പാകിസ്ഥാനി സ്വദേശിയെയും കൂട്ടുപ്രതികളായ മറ്റ് രണ്ടുപേരെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പ്രധാന പ്രതികളിൽ ഒരാളും മൃതദേഹം മരുഭൂമിയിലെത്തിച്ച വാഹനത്തിന്റെ ഡ്രൈവറായ പാകിസ്ഥാനി സ്വന്തം രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു കളഞ്ഞു. അനിലിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് പിടിയിലായ പാക് സ്വദേശികൾ. നേരത്തെ അനിലിനെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ അന്വേഷിക്കാൻ കേസിലെ പ്രതിയായ പാകിസ്ഥാനിയും ഒപ്പമുണ്ടായിരുന്നു. ഒടുവിൽ അന്വേഷണം തന്നിലേക്ക് നീളുമെന്നായപ്പോൾ ഇയാൾ ഒളിവിൽ പോയി. ഇവിടെ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ദുബായിലെ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിൽ കഴിഞ്ഞ 35 വർഷമായി PRO ആയി ജോലി ചെയ്തിരുന്ന അനിലിനെ ഈ മാസം 2-നാണ് കാണാതായത്. അന്ന് റാസൽ ഖോറിലെ ഒരു കമ്പനിയിൽ ജോലി ആവശ്യാർത്ഥം പോയതിനാൽ പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അനിലിന്റെ സഹോദരൻ പ്രകാശ് വ്യാപകമായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അനിലിനെ കണ്ടെത്താനാകാത്തതിനാൽ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ നാട്ടിൽ നിന്ന് ദുബായിലെത്തി. സഹോദരനും മകനും ചേർന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പിന്നീട് മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ എത്താൻ ഇവർക്ക് ഫോൺ കോൾ ലഭിക്കുകയായിരുന്നു. അതേസമയം അനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. മുട്ടട ഹോളി ക്രോസ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. വിൻസെന്റ് റീത്ത ദമ്പതികളുടെ മകനാണ് അനിൽകുമാർ. ബ്രിജില അനിൽകുമാറാണ് ഭാര്യ. ബിബിൻ അനിൽ മകനാണ്. എന്തായാലും പ്രവാസികളെ ഏറെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.